ഹലോ മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക്കും സിമ്പിളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഫോർ ബിഗിനേഴ്സാണ് ഞാനിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ആരെങ്കിലും പുതുതായിട്ട് സ്കിൻ കെയറിലോട്ട് വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും, നമ്മൾ ഏത് ഏജിലാണ് സ്കിൻ കെയർ തുടങ്ങേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 12 വയസ്സ് മുതലാണ്. 12-13 ആ ഒരു വയസ്സ് നമ്മുടെ ടീനേജിലോട്ട് കിടക്കുന്നൊരു പ്രായമുണ്ടല്ലോ, ആ ഒരു ഏജിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത്. കാരണം നമ്മുടെ സ്കിന്നിൽ പല ചേഞ്ചസും വരാൻ തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. നമ്മുടെ ആക്നീസ്, പിമ്പിള് ഇതെല്ലാം വന്നു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. അതുകൊണ്ട് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ കുറച്ച് സ്കിന്നിന് നമ്മൾ കെയർ കൊടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് ലേറ്റർ ഒരു സ്കിന്നിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ 12-13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ കളിച്ചും പഠിച്ചുമൊക്കെ നടക്കുന്ന പ്രായമായിരിക്കും. അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയോ ബോധമൊന്നും ഉണ്ടാവില്ല. അവർ കുറച്ചുകൂടെ വളരുമ്പോഴാണ് അയ്യോ എൻ്റെ സ്കിൻ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരോരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് പാരൻസ് അതൊന്ന് ശ്രദ്ധിച്ചാൽ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിന്നിന് വേണ്ടി കുട്ടികൾക്ക് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ ഭാവിയിൽ അവരുടെ സ്കിന്ന് നന്നായിട്ടിരിക്കാനായിട്ട് അവർക്ക് സഹായിക്കും. അപ്പോൾ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും ചെയ്യാം, ഏതൊരു ഏജിലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 12 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തില്ല എന്നും പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. നമുക്ക് സ്കിന്നിന് നമുക്ക് കെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നിങ്ങളിപ്പോൾ മോർണിംഗ് ആണ് സ്കിൻ കെയർ ചെയ്യുന്നതെങ്കിൽ ഒരു കുറച്ച് ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം മോർണിംഗ് നമ്മുടെ മുഖത്ത് അധികം അഴുക്കൊന്നും കാണാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ, പേര് പോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇതിനകത്ത് അധികം നല്ല കളറില്ല. നോ കളർ, നോ പെർഫ്യൂം, നോ ഹാഷ് കെമിക്കൽസ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 100% സോപ്പ് ഫ്രീ. അപ്പം പേര് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് വാഷ്, അഫോർഡബിളും കൂടിയാണ്. നിങ്ങൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. അതായത് ഡ്രൈ ആണോ, ഓയിലി ആണോ, അതല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കണ്ടീഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ആക്നി, പിമ്പിൾ, പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ ഏതാണോ അതനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മുടെ സ്കിന്ന് ഏത് ടൈപ്പാണെന്നുള്ളത്. അതിന് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്ന് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആവാനാണ് ചാൻസ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇത് ചെറിയൊരു ടിപ്പാണ്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് എല്ലാം തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ആക്കാനും, പിന്നെ പോഴ്സിനെ മിനിമൈസ് ചെയ്യാനും, നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ട് ഈ ടോണർ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. ഞാനിവിടെ സെറാവിയുടെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും സ്കിൻ കണ്ടീഷൻസ് അനുസരിച്ചിട്ട്, അത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും, ടോണർ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും, നമ്മുടെ സ്കിന്നിനനുസരിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ, ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഫുൾ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ മാത്രമല്ല, ഏജിങ്ങിൻ്റെ സൈൻസിനെ തടയാനും, പിന്നെ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ചില മോയ്സ്ചറൈസറിലൊക്കെ SPF അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, പിന്നെ സ്കിന്നിനെ കുറച്ചുകൂടെ ഒന്ന് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഫിംഗർ റൂളാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അതായത് 2 ഫിംഗറിൽ നമ്മൾ എടുക്കണം.
അപ്പോൾ എവരി 2 hours കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. 2 അല്ലെങ്കിൽ 4 hours കൂടുമ്പം നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. അത്രയൊക്കെ സമയമേ അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് സൺസ്ക്രീനിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ റേസ് അത് നമ്മുടെ സ്കിന്നിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അത് സ്കിൻ ക്യാൻസറിനും സൺ ബേൺസ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാവും. പോരാത്തതിന് നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടാനും ഒക്കെ അത് കാരണമാവും. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞെങ്കിലും ഒരു ലിപ് ബാം കൂടി ഇട്ടാലും നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു വാസ്ലിൻ്റെ റോസി ടിൻറ്റഡ് ലിപ് ബാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെയും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ, ടാറ്റാ.